ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ക്രിസ്മസൊക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേ, അപ്പോൾ ചെമ്മീൻ ബിരിയാണി തന്നെ നമുക്കങ്ങോട്ട് തുടങ്ങാം. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ പുതിനയില, പച്ചമുളക്, കറിവേപ്പില, ചെമ്മീൻ കിള്ളി വൃത്തിയാക്കി വെച്ചേക്കണതാണ്. ഇതിൻ്റെ പുറത്തൊരു ഞരമ്പുണ്ട്, അതും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെമ്മീത്തിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാറ്റ് കൊണ്ട് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് പറന്നു പോയേ. അപ്പോൾ ഇത്തിരി താത്തിയിട്ട് കൊടുക്കാം. ഇത്തിരി ഒരു സ്പൂൺ പിരിയൻ മുളകിൻ്റെ കാശ്മീരി മുളക് പൊടിയാണ്, അതാണ് നല്ല നിറം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിരുമ്മി കൂട്ടി വെക്കണേ. വെള്ളമൊന്നും ഒഴിക്കണ്ട. ചെമ്മീൻ വെള്ളം വാർന്നാണ് ഇരുന്നത്, എന്നാലും ചെമ്മീത്തിൽ വെള്ളം ഉണ്ടാവുമേ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യും അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊഴിച്ചാൽ മതി. അപ്പോൾ ഈ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എടുക്കണ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഒന്നും കൂടെ ഒന്നാവട്ടെ. അപ്പോൾ അതേ അണ്ടിപ്പരിപ്പൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി അല്പം കിസ്മസും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി എടുത്ത് വെച്ചേക്കണതാണ്. ഇനി ഇത് നല്ലതുപോലെ വീർത്ത് വന്നം. പെട്ടെന്ന് ആവും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസൊക്കെ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇവിടെ 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കനം കുറച്ച് അരിഞ്ഞതാണ്. അതും കൂടി ഒന്നങ്ങോട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോന്ന് വിട്ട് പോന്നോളൂ. ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് ഇടുന്നത്. നല്ലപോലെ മുരിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകരുത്. ഇനിയിപ്പോൾ ഇത് ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നിറത്തിനൊരു മാറ്റം വരും.
നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് നല്ലപോലെ ഞെരടിയിട്ട് കൊടുക്കണേ. ഇതും ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ലോണം വറുത്തിട്ടുണ്ട്. അതും പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് 2 കഷ്ണം പട്ട, തക്കോലം, ഗ്രാമ്പു, 2 വഴനയില, ജീരകം, പിന്നെ ഒരു കൂട്ടോടെ ഇട്ട് കുരുമുളക്. ഒരു ചെറിയ ജാതിപത്രികയും കൂടെ ഇട്ടിട്ടുണ്ട്. 2 ഏലക്ക ഞാനിങ്ങനെ ചതച്ചിട്ടാണ് ഇട്ടത്. എന്നിട്ട് നമുക്ക് ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. കൈമേരിയാണ് എടുത്തിരിക്കണേ. ഏതരിയും കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈമേരി ഉണ്ടായതുകൊണ്ട് അതാണ് എടുത്തത്. അതാണ് മക്കൾ മേടിച്ചു കൊണ്ട് തന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ആ ചോറ് ഓരോന്നോരോന്ന് വിട്ടിരിക്കും. ഇതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അതേ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണേ. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരിയുടെ തീ അങ്ങോട്ട് ഓഫാക്കിയേ, അല്ലെങ്കിൽ അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പുണ്ടോ എന്നും കൂടെ നോക്കാം. അപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്. ഇത്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ. ഇത് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരി കോരി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക്. അപ്പോൾ കയ്യിലും കൊണ്ട് കോരിയിടാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു പരന്ന പാത്രം എടുത്ത് അതും കൊണ്ടാണ് കോരിയിടുന്നത്. പെട്ടെന്ന് വേവേ. വാരി വെച്ചിട്ട് കുറച്ച് നേരം ആയല്ലോ വെള്ളം കഴുകി. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് തിള വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം. അപ്പം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. തീ കുറച്ചും വെക്കാം. ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല പറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഈ ചെമ്മീൻ 2 കഷ്ണമൊക്കെ ആക്കിയിട്ടുണ്ട്, വലുതൊക്കെ. ഇവിടെ ഇങ്ങനെ ഒത്തിരി വലുതായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാൻ 2 കഷ്ണം ഒക്കെ ആക്കി ഇട്ടിരിക്കണേ. വലുതൊക്കെ, ചെറുതൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോവണ്ട, മൂത്ത് പോകണ്ട. എന്നാന്ന് വെച്ചാൽ ഇത് റബ്ബർ പോലെയാകും. ചെമ്മീത്തിന് അധികം വേവൊന്നുമില്ല. പതുക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലിട്ട് കോരി മാറ്റാം. അപ്പോൾ ഈ നിറം കണ്ട് ഇതാവണ്ട. കാശ്മീരി മുളക് പൊടി ഇട്ടേക്കണത് കൊണ്ടാണ് ഇങ്ങനെ നല്ല നിറം വന്നത്. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടിട്ടാണ് വറക്കണേ. ഇത് 1/2 കിലോ ചെമ്മീനുണ്ട്. ഞങ്ങൾക്കിവിടെ 1/2 കിലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് 3/4 കിലോയൊക്കെ ഉണ്ടാകും. ഞങ്ങൾ ഈ മീനിങ്ങനെ ലേലം വിളിക്കുന്നിടത്തു നിന്നാണ് ചെന്ന് വാങ്ങുന്നത്. നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ തൂക്കം ഉണ്ടാവും. അപ്പോൾ ആ ചെമ്മീൻ മൂത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് പോരാം. ചെമ്മീൻ ലേലം വിളിച്ചല്ല കേട്ടോ എടുക്കണേ. ചെമ്മീൻ നമുക്ക് തൂക്കത്തിനാണ് തരുന്നത്. ചെമ്മീനും കരിമീനൊക്കെ തൂക്കത്തിലാണ് തരുന്നത്. കൊഴുവ ഇതൊക്കെ തൂക്കിയത് തന്നത്. മറ്റുള്ള മീനുകളൊക്കെ ഉണ്ടല്ലോ, ചെറിയ മീനുകളൊക്കെ, അതൊക്കെയാണ് ലേലം വിളിച്ചെടുക്കണേ. വലിയ കരിമീനാണ് തൂക്കിത്തരുന്നത്. അപ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം ചുമന്നുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയിലുണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും ചെമ്മീൻ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് പതുക്കെ മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്. അപ്പോൾ ആദ്യമേ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്താൽ അത് ചട്ടിയുടെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷം ഇട്ട് കൊടുത്തത്. അതിൽ നമ്മൾ ഇളക്കി വരുമ്പം അടിക്ക് പിടിക്കും. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അങ്ങോട്ട് ഒത്തിരി കരിഞ്ഞൊന്നും പോരുത്. തീ കുറച്ച് വെച്ചിട്ട് വേണേ. അടിക്ക് പിടിക്കാതെ അടി കൂട്ടി ഇളക്കിയെടുക്കണേ. അപ്പോൾ ദേ 1 പച്ചമുളക് ഇടാം. ഒത്തിരി എരിവ് വേണ്ടല്ലോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ ഗരം മസാല, ഒത്തിരി മസാല ഇടുന്നില്ല, 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് 2 നല്ല പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഈ മസാലക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീത്തിലൊക്കെ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോവരുത്. ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടയട്ടെ. ഇനി നമുക്കിതൊന്ന് പൊത്തി വെച്ച് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. തക്കാളിയൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. 2 വലിയ സ്പൂൺ തൈരാണ് ഒഴിച്ച് കൊടുത്തിരിക്കണേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം.
ഇനി ഞാനിതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എല്ലാം കിടന്ന് നല്ലപോലെ മിക്സ് ആവട്ടെ. അപ്പോൾ നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അരപ്പിൽ കിടന്ന് ചെമ്മീനൊന്ന് വേവട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് കഷ്ണം പുതിനയും കൂടെ, പുതിനയില. ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് നിറച്ചൊഴിച്ചിട്ടില്ല, ഒരര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി അരപ്പി കിടന്ന് ചെമ്മീനൊന്ന് നല്ലപോലെ വേവട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഉരുളിയാണ് എടുത്തിരിക്കണേ, ചെറിയൊരു ഉരുളി. അതിലേക്ക് നമുക്ക് ഒരു ലെയർ കോരിയിടാം. നല്ല ചൂടാണേ. പുറത്തും നല്ല ചൂടാണ്, അടുക്കളയിലും ഭയങ്കര ചൂടാണ്. ഇനി നമുക്ക് ഈ ചെമ്മീത്തിൻ്റെ മസാല കോരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മസും എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. പുതിനയില ഞാൻ അധികം ഇടുന്നില്ല. നമുക്ക് ഈ മസാല കോരി ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും നിരത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചോറും കൂടി ഇട്ട് കൊടുക്കാം. കട്ടയില്ലാതെ നിരത്തിയിട്ട് കൊടുക്കണേ. വീഡിയോ കുറേ അങ്ങോട്ട് നീണ്ടുപോയി. ഇതുണ്ടാക്കി വന്നപ്പോഴത്തേനും ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും കിസ്മസും കുറച്ച് മല്ലിയിലയും കൂടെ. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടെ കോരിയിട്ട് കൊടുക്കാം.
നമുക്ക് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കണേ. നല്ലപോലെ ഒതുക്കി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനൊക്കെ ഞാൻ ഒന്നും കൂടെ മുറിച്ചിട്ടുണ്ടേ. നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മസും ഒക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില വറുത്തതും ഉണ്ട്. എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പുതിനയില കുറച്ചേ ഇടുന്നുള്ളൂ. പുതിനയില നമുക്ക് വേണ്ടുവോളം ഉണ്ട്. മല്ലിയില പറിക്കാറായിട്ടില്ല, നട്ടിട്ടുണ്ട്. പാകി മുളച്ച് 2 ഇലയും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മല്ലിയിലയും 2 കഷ്ണം പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് കത്തിക്കണേ, ചെറിയ തീയിലിട്ട്. പിന്നെ നമുക്കിത് മൂടി വെക്കണം. അതിന് മുന്നേ ഇതിൻ്റെ പുറത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാകുമ്പോഴത്തേനും ആ നെയ്യൊക്കെ താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ ആ ചോറിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. കടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ വേണേ. പിന്നെ മൂടി വെക്കാം. ഇതിൻ്റെ പുറത്ത് ഞാനൊരു ഇടികല്ല് കയറ്റി വെക്കുന്നുണ്ട്, ഉള്ളിയൊക്കെ ഇടിക്കണ കല്ല്, ആവിയൊന്നും പുറത്തേക്ക് പോകാതെ. പുറത്തായിരിക്കണേ, അത് എടുത്തുകൊണ്ട് വരാനാണ് താമസിച്ചത്. പിന്നെ നമുക്കിത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതേ ചെമ്മീൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുമസിന് എല്ലാവരും ചെമ്മീൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്തിരി സമയം നീണ്ടുപോയെന്നുള്ളൂ, നല്ല രുചിയാണ്. അപ്പോൾ താങ്ക് യു.